നമസ്കാരം. ചില പ്രമുഖരുടെ പ്രസ്താവനകൾ വാർത്തകളാകുമ്പോൾ പലപ്പോഴും ട്രോളന്മാർ അത് ആഘോഷമാക്കാറുണ്ട്. വീരപ്പൻ കാട്ടുകൊള്ളയ്ക്ക് എതിരെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ചില പോൺ താരങ്ങളുടെ പേര് പറഞ്ഞ് അവർ സദാചാരത്തെക്കുറിച്ച് പറയുന്ന പോലെ എന്നൊക്കെ ആയിരിക്കും ട്രോളന്മാർ അതിനെ പരിഹസിക്കുക. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയും അവരുടെ അത്തരം പ്രസ്താവനകളും നോക്കുമ്പോൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും. ഇപ്പോൾ അതേ രീതിയിൽ രണ്ട് ദിശയിലുള്ള വാക്കും പ്രവൃത്തിയുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. പറഞ്ഞതാകട്ടെ സ്ത്രീകളെക്കുറിച്ചാണെന്നതാണ് ഏറ്റവും രസകരം. സ്ത്രീ ഒരു അതിലോലമായ പുഷ്പമാണ്, വീട്ടുജോലിക്കാരിയല്ല എന്ന് ബുധനാഴ്ച അദ്ദേഹം ട്വീറ്റ് ചെയ്തു. സ്ത്രീയെ വീട്ടിൽ ഒരു പുഷ്പം പോലെയാണ് പരിഗണിക്കേണ്ടത്. പുഷ്പത്തെ പരിപാലിക്കേണ്ടതുണ്ട്. അതിന്റെ പുതുമയും സുഗന്ധവും പ്രയോജനപ്പെടുത്തുകയും വായുവിനെ സുഗന്ധമാക്കാൻ ഉപയോഗിക്കുകയും വേണമെന്നും ഖമേനി പറഞ്ഞു. കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത റോളുകളുണ്ട്. കുടുംബത്തിന്റെ ചിലവുകൾക്ക് പുരുഷനാണ് ഉത്തരവാദി എന്നുമായിരുന്നു ഖമേനി പറഞ്ഞത്. രാജ്യത്ത് ശിരോവസ്ത്ര നിയമം ലംഘിച്ചതിന് നിരവധി പേർ തടവിലായതിനു പിറകെയാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്നതാണ് ഏറെ വിരോധാഭാസം. മഹസാമിനി എന്ന ഒറ്റ പേര് മതി ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് ഓർക്കാൻ. ഹിജാബ് ധരിച്ചില്ല എന്ന ഒറ്റ കാരണത്തിലായിരുന്നു മഹ്സാമിനിക്ക് ക്രൂരമർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നതും തുടർന്ന് കൊല്ലപ്പെടുന്നതും. തീർന്നില്ല, അടുത്തിടെ സംഭവിച്ച മറ്റു ചില സംഭവങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഹിജാബ് ധരിക്കാതെ യൂട്യൂബിൽ വെർച്വൽ കച്ചേരി പോസ്റ്റ് ചെയ്തതിനായിരുന്നു 27-കാരിയായ ഗായിക പരസ്തു അഹമ്മദിയെ അടുത്തിടെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. മസന്തരൻ പ്രവിശ്യയിലെ സാരി നഗരത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് യുവതിക്കെതിരെ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ചെയ്തതും. ഈ നടപടി ഏറെ വിവാദമായിരുന്നു. വീഡിയോയിൽ സ്ലീവ്ലെസ് ആയ കറുത്ത ഗൗൺ ധരിച്ച് മുടി അഴിച്ചിട്ടായിരുന്നു യുവതി ഗാനം ആലപിച്ചത്. പരസ്തുവിനൊപ്പം 4 യുവാക്കളെയും പുറത്തു വന്ന വീഡിയോയിൽ കാണാമായിരുന്നു. പോസ്റ്റിനൊപ്പം യുവതി ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. പരസ്തുവിന്റെ ആ ഒരു വീഡിയോ 1.5 മില്യൺ ആളുകളായിരുന്നു കണ്ടത്. പരസ്തുവിന്റെ അഭിഭാഷകൻ മിലാദ് പലാഹിപൂർ പറയുന്നതനുസരിച്ച് യുവതിയോടൊപ്പം വീഡിയോയിലുണ്ടായിരുന്ന 2 യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. സോഹേൽ ഫഹി നസിരി, എഹ്സാൻ ബെയ്റാദ്ഗർ എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഈയിടെ ഇറാനിലെ ഒരു സർവകലാശാല ക്യാമ്പസിൽ മതഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ അർദ്ധനഗ്നയായി പ്രതിഷേധിച്ച ഒരു യുവതിയുടെ വാർത്തയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് മാനസികരോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ആഗോളതലത്തിൽ തന്നെ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം യുവതിയെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. അവരുടെ പേരിൽ കേസെടുത്തിട്ടില്ല എന്ന് പിന്നീട് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ വാർത്തകളായതിനെ തുടർന്നാണ് നമ്മൾ അറിഞ്ഞത് തന്നെ. ഒരുപക്ഷെ വാർത്തകൾ പോലും ആകാത്ത നിരവധി സംഭവങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നുമുണ്ടാകാം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഖമേനിയുടെ ഈ ഉപമയെ തമാശയായി തോന്നുകയല്ലാതെ മറ്റെന്താണ്? അതോ തങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവർ മാത്രമാണോ പുഷ്പങ്ങളെന്നാണ് ഖമേനി പറഞ്ഞു വെക്കുന്നത്? എന്തായാലും ഖമേനിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ആയത്തുള്ള ഖമേനിയുടെ പോസ്റ്റിന് മറുപടിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. മഹ്സാമിനിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. എന്നാൽ കറുപ്പ് വസ്ത്രം ധരിച്ചു നിൽക്കുന്ന മഹ്സാമിനിയുടെ ചിത്രത്തിന് ഇസ്രായേൽ പേരോ അടിക്കുറിപ്പോ നൽകിയില്ല എന്നതാണ് ശ്രദ്ധേയം. ഒരുപക്ഷെ ഒരു ചിത്രം ചിലപ്പോൾ 1000 വാക്കുകൾക്ക് പകരമാകുമെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഇവിടെ. 1979 ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് കർശനമാക്കിയിരുന്നു. പല സ്ത്രീകളും മതവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഹിജാബ് ധരിക്കുന്നത്. എന്നാൽ ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇറാനിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായി. 2022 ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് അറസ്റ്റിലായ 22-കാരിയായ മഹ്സാ അമിനിയുടെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണമായിരുന്നു ഇറാനിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമായത്.